മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തെ സ്നേഹിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും അതേപോലെ ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും ഭാരതത്തിൽ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഒരേപോലെ വികാരങ്ങൾ ഉളവാക്കിയ ഒരു ഇലക്ഷൻ റിസൾട്ടായിരുന്നു ഈ മാസം 10-ാം തീയതി ഡൽഹി ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അനുഭവപ്പെട്ടത്. ഏത് രീതിയിൽ ഇത് പ്രതികരിക്കണമെന്നും സന്തോഷിക്കണമോ ദുഃഖിക്കണമോ ആഹ്ലാദിക്കണമോ അല്ല അപമാനത്തോടുകൂടി നിലനിൽക്കണമോ എന്നെല്ലാം ചിന്തിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നല്ല മനസ്സോടുകൂടി സംഭവിച്ചത് ഒന്ന് വിലയിരുത്താൻ സാധിച്ചാൽ പൂന്താനം പാടിയ ആ വരികള് എനിക്കും നിങ്ങൾക്കും നമുക്കും ഒരു കുടുംബത്തിനും സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും എല്ലാവർക്കും അത് ബാധകമാണെന്ന് വ്യക്തമാവും. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അതുപോലെ തന്നെ സീറോയിനെ ഹീറോ ആക്കുന്നതും ഹീറോയിനെ സീറോ ആക്കുന്നതും എല്ലാം പ്രകൃതിയുടെ ഒരു കളിതമാശ പോലെയാണെന്ന് ചിലർക്ക് ബോധ്യപ്പെടും. പക്ഷേ ഡൽഹി ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. അതല്ല പ്രാധാന്യമുള്ളതെന്ന് പറയാൻ കാരണം ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന കാലത്ത് പോലും ആ പ്രധാനമന്ത്രിയെ ഭാരത ജനത തോൽപ്പിക്കുകയുണ്ടായി. അതും വളരെ കഴിവുള്ള ഒരു എതിർ സ്ഥാനാർത്ഥി ഒന്നുമല്ലാത്ത രാജനാരായണനാണ് തോൽപ്പിച്ചത്. ഇപ്പൊ ഭാരത ജനത ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ വിലയിരുത്തുന്നത് പലപ്പോഴും വ്യക്തികളെ നോക്കിയിട്ട് മാത്രമൊന്നുമല്ല. ശിക്ഷിക്കപ്പെടേണ്ടവനെ ശിക്ഷിക്കണം, അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ളവരിൽ നിന്ന് ഗുഡിനെ തിരഞ്ഞെടുക്കണം, ഗുഡ് ആയിട്ടുള്ളവരിൽ നിന്ന് ബെറ്ററിനെ തിരഞ്ഞെടുക്കണം, ബെറ്റർ ആയിട്ടുള്ളവരിൽ നിന്ന് നിയറർ ടു ദി ബെസ്റ്റിനെ തിരഞ്ഞെടുക്കണം. അതേ സമയത്ത് ഗുഡും ബെറ്ററുമായവർക്ക് അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ബാഡായിട്ടുള്ളവനെയും കസേരയിലിരുത്തണം. ഇങ്ങനെയെല്ലാമുള്ള സൈക്കോളജി വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പ് സൈക്കോളജിയുടെ സോഷ്യൽ കോൺഷ്യസ്നെസിന്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. 7 MP-മാരെയും ഒരു പാർട്ടിക്ക് കൊടുത്ത് ആൾമോസ്റ്റ് 70 MLA-മാരെയും മറ്റൊരു പാർട്ടിക്ക് കൊടുത്ത ഒരു സംഭവമാണ് ഇപ്പോ ഡൽഹിയിൽ നടന്നത്. ദൂരെ മാറി നിന്ന് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നു
യഥാർത്ഥത്തിൽ ഈ ഒരു ചെറിയ പാർട്ടിയെ ഈ രാഷ്ട്രത്തിലും മുഴുവനും വേരുകളുള്ള ഒരു വലിയ പാർട്ടിയിലെ എല്ലാ വലിയ നേതാക്കന്മാരും ചേർന്ന് ഒരുമിച്ച് എതിർക്കേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു മീഡിയയിലൂടെ. മാത്രമല്ല, ചെറിയ പാർട്ടിയാണെങ്കിലും അനവധി തെറ്റുകൾ പറ്റിയത് മുഴുവനും അവർ ഏറ്റുപറഞ്ഞു. വലിയ വലിയ വാക്കുകളോ പ്രഭാഷണങ്ങളോ ഒന്നും അവർ മുമ്പോട്ടൊത്തു വെച്ചില്ല താനും. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വമ്പൻ നേതാക്കന്മാരാരും സ്റ്റേജുകളിൽ ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എല്ലാം നടന്നത്. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന മഹാകവി ഉള്ളൂരിന്റെ വരികൾക്ക് മുമ്പിലൊരു വരിയുണ്ട്. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. ഈ വരിയാണ് ഡൽഹിയിൽ വർക്ക് ചെയ്തത്. അമിതമായ ആത്മവിശ്വാസം ചിലരുടെ വാക്കുകളിലുള്ളത് പണ്ട് ജനങ്ങളിലെത്താൻ പത്രങ്ങളിലൂടെ വായിച്ചു വേണം അറിയാൻ. മുഖഭാവം മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. എല്ലാ ഭാഷകളിലും വാട്ട് യു ആർ സേയിങ് ആൻഡ് ഹൗ യു ആർ സേയിങ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു എല്ലാ നേതാക്കന്മാരുടെയും മുഖഭാവവും പ്രകടനവും. അമിതമായിട്ട് ലോകത്തിലെ ആർക്ക് ആവേശമുണ്ടായാലും ശരി, ആത്മവിശ്വാസമുണ്ടായാലും ശരി, അതൊന്നും പരിധിക്കപ്പുറം നിലനിൽക്കില്ല എന്ന് ഇന്നലെ കൊളംബോയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ സിലോണിന്റെ രാജകീയ സിംഹാസനത്തിൽ അനവധി കാലം ഇരിക്കാൻ വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത രാജപാക്സെ ഒറ്റ ഇലക്ഷനിൽ ഒന്നുമല്ലാതെയായി തീർന്നു. ആ കാഴ്ച നമുക്ക് കാണാം. നമ്മുടെ അടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നടക്കുന്ന മാറ്റങ്ങള് ലോകത്തിലെ മുടിചൂടാമന്നനായിരുന്ന ഒസാമ ബിൻ ലാദന് സംഭവിച്ചത്, സദ്ദാം ഹുസൈന് സംഭവിച്ചത്, ഗദ്ദാഫിക്ക് സംഭവിച്ചത്, ധാരാളം പേർക്ക്, റഷ്യക്ക് സംഭവിച്ചത്, ഇവിടെയെല്ലാം നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിലനിർത്തുന്നത് ഒരുപക്ഷെ അമിതമായ ആവേശവും അമിതമായ ആത്മവിശ്വാസവും അമിതമായ അഭിമാനവും ഒന്നുമില്ലാതെ. മലയാളത്തിൽ ഒരു പദപ്രയോഗമുണ്ട്, അവൻ ഇന്ന് നിലത്താ നിൽക്കുന്നത് എന്ന്. നിലത്തല്ല നിൽക്കുന്നതെങ്കിൽ നിലത്ത് നിർത്താൻ പ്രകൃതിക്കും അറിയാം, ജനതയ്ക്കും അറിയാം എന്ന് ലോകം മനസ്സിലാക്കി. വലിയൊരു പാഠം പഠിക്കാനുള്ളത്, വാനോളം പുകഴ്ത്തിയ വ്യക്തികള് അവർ തന്നെ വാനോളം പുകഴ്ത്തിയവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ആഴിയോളം താഴ്ത്തും. വാനോളം പുകഴ്ത്തിയവര് തന്നെ ഉയർന്നവനെ ആഴിയോളം താഴ്ത്തും എന്നുള്ളത് ജനതയുടെ സ്വഭാവമാണ്. നല്ല വിജയം വരിക്കുന്ന പാർട്ടിയിലേക്ക് പുറത്തുനിന്ന് എല്ലാവരും വരും. പരാജയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പലരും പോകും. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ധർമ്മബോധത്തോടു കൂടിയുള്ളവരാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ധർമ്മബോധത്തോടു കൂടിയുള്ളവരാണ് ഞങ്ങളെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും കൂടി വേണം. ടാക്ടിക്സും ടെക്നിക്സും മാത്രം കൊണ്ട് ചില
ചില ഇൻഡസ്ട്രിയൽ ഗ്രോത്തോ ഫിനാൻഷ്യൽ ഗ്രോത്തോ എക്കണോമിക്കൽ ഗ്രോത്തോ എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ടാക്ടിക്സ് കൊണ്ട് മാത്രം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ സാധ്യമല്ല. അത് സ്വാധിച്ചാൽ തന്നെ എക്കാലവും സാധിക്കില്ല. 65% പാവപ്പെട്ടവരുള്ള ഡൽഹിയിലെ ജനതയ്ക്ക് എന്ത് വേണമെങ്കിലും കേന്ദ്ര ഭരണാധികാരികൾക്ക് കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ആ പാർട്ടിയിലെ MLA-മാരെ കാലുവാരാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ധാരണയുണ്ടാക്കി. അതുപോലെ വലിയ തെറ്റുകൾ ചെയ്തു എന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയല്ല ചെയ്തത്. വലിയ തെറ്റുകൾ ചെയ്ത യൂസ്ലെസ് പാർട്ടിയാണ് അവരെന്ന് പറയേണ്ടായി. അതെല്ലാം ജനങ്ങള് ക്ഷമിച്ചു. കാരണം ക്ഷമിക്കണമെന്ന് തെറ്റ് ചെയ്തവർ പറഞ്ഞു. ഇതെല്ലാം ഏത് ലോകത്തിലെ സംഘടനയ്ക്കും സ്ഥാപനത്തിനും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും ഗംഭീരമായ പാഠം നൽകുന്ന ഒരു ഡൽഹി തെരഞ്ഞെടുപ്പ്. അഭിമാനം തോന്നിയത് ഇനി ഭരിക്കാൻ പോകുന്നവരുടെ നേതാവ് ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുമെന്നറിഞ്ഞ ഉടനെ 10-ാം തീയതി രാവിലെ 10:20 തന്നെ വാക്കുകൾ കൊണ്ടുള്ള കസർത്തുകളൊന്നും നടത്താതെ ഹൃദയത്തിൽ നിന്നുള്ള വരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ഭാരതത്തിലെ പ്രധാനമന്ത്രി ജയിച്ച പാർട്ടിയെയും നേതാവിനെയും ഹൃദയപൂർവം അഭിനന്ദിച്ചു. ശരിക്ക് ആ പാർട്ടിയുടെ നേതാവിന്റെ മഹത്വം ഒരൊറ്റ വരിയില് ആം ആദ്മി പാർട്ടിയുടെ നേതാവിന്റെ മനസ്സ് ആർട്ടിഫിഷ്യൽ ആണോ നാച്ചുറൽ ആണോ ഒറ്റ വരിയിലൂടെ ജനതയ്ക്ക് അളക്കാൻ സാധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാതെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയെ വിളിച്ച മുസ്ലിം നേതാവിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ മുസ്ലിം നേതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രഖ്യാപനവും നടത്തണ്ട എന്ന് പറഞ്ഞതില് ഇന്ത്യയോടുള്ള ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും അടിവരയിട്ട് പ്രകടിപ്പിക്കാൻ ഒരൊറ്റ വരി കൊണ്ട് സാധിച്ചതുപോലെ അത് ആർട്ടിഫിഷ്യലോ നാച്ചുറലോ പൊളിറ്റിക്കൽ സ്റ്റണ്ടോ നോർമൽ പ്രൊസീജിയറോ എന്തും ആവട്ടെ, അതേപോലെ 10:20 ഇപ്പുറത്തുള്ള ആൾക്ക് അപ്പുറത്തുള്ള ആളെ അഭിനന്ദിക്കാൻ സാധിച്ചു. ആഭ്യന്തരമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് എല്ലാം വാഗ്ദാനം ചെയ്തപ്പോഴും പ്രിക്കോഷനോടുകൂടി, മുൻകരുതലോടുകൂടി ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു, പൂർണ്ണമായിട്ടും അങ്ങോട്ട് സഹകരിക്കാൻ തയ്യാറാണ്, പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല വരിയാണ്. ഈ ലോകത്തിലെ ഒരു സഹകരണവും വൺ വേ ട്രാഫിക് ആവരുത്. ഇരുത്തം വന്ന കമന്റായിട്ട് മനസ്സിലായി. അത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഇങ്ങോട്ട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങോട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന വരികൾ ശ്രദ്ധേയമായി. അല്ലെങ്കിൽ പിന്നീട് എല്ലാവിധത്തിലുള്ള കുറ്റാരോപണങ്ങളും കേൾക്കേണ്ടി വരും. പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി സഹായം നൽകുന്നവരും പരസ്പരം. ഏതായാലും എനിക്കും നമുക്കും ഓരോ സംഘടനയ്ക്കും ഓരോ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം ഭരണാധികാരം നിർണയിക്കുന്നവർക്കുമെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാവ്യ പുസ്തകമല്ലോ ജീവിതം.
ജയലളിതയുടെ ഗംഭീരമായ അനുഭവമുണ്ട്. അപ്പുറത്ത് പണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ അനുഭവമുണ്ട്. സാരി കൊടുത്തു എന്ന കാരണത്താൽ താഴേക്ക് പോയ പ്രധാനമന്ത്രിയുടെ അനുഭവമുണ്ട്. അടിയന്തരാവസ്ഥ കൊട്ടിഘോഷിച്ചപ്പോഴും ആ നേതാവിനെ താഴെ ഇറക്കിയ അനുഭവമുണ്ട്. അനുഭവങ്ങൾ ഓരോ പേജുകളായിട്ട് എഴുതുകയാണെങ്കിൽ 1000-ലധികം പേജുകൾ, ഒരു പേജിൽ ഒരു അനുഭവം എഴുതിയാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 1000-ലധികം പേജുകൾ ഒരു ഭരണാധികാരിക്ക് പഠിക്കാനുണ്ട്. നമുക്കും അത് പാഠമാവട്ടെ. പ്രണാമം, നമസ്കാരം.